ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. മുന്നണികൾ കൂട്ടലും കിഴിക്കലും തുടങ്ങി. മുന്നണി നേതൃത്വങ്ങളുടെ ആദ്യ കടമ്പ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുക എന്നതാണ്. കൂടുതൽ സീറ്റുകൾക്ക് അവകാശവാദവുമായി വിവിധ കക്ഷികൾ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ സ്ഥിരാകേന്ദ്രമാണ് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെൻറ്റർ. ഇവിടെയാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത്തവണ സീറ്റ് വിഭജനം സുഗമമായേക്കും. കഴിഞ്ഞ തവണ കോട്ടയം സീറ്റിൽ മാത്യു ടി തോമസാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ ആ സീറ്റ് CPM തിരിച്ചെടുക്കാനാണ് സാധ്യത. MP വീരേന്ദ്രകുമാറിൻ്റെ രാഷ്ട്രീയ ലോക് താന്ത്രിക് ദളിന് കോഴിക്കോടോ വടകരയോ വേണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ CPM ഇതിന് സമ്മതം മൂളാൻ ഇടയില്ല. ഫ്രാൻസിസ് ജോർജിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിനാകട്ടെ ഇടുക്കി സീറ്റിൽ നോട്ടമുണ്ട്. ഇടുക്കി സീറ്റും CPM വെച്ചുമാറാനിടയില്ല. അതുപോലെ തന്നെയാണ് INLൻ്റെ കാര്യം. പൊന്നാനിയോ മലപ്പുറമോ വേണമെന്നാണ് INLൻ്റെ ആഗ്രഹം. ഇതും CPM അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും ഇത്തവണ ഇടതുമുന്നണിയിലേക്ക് പുതുതായി വന്ന കക്ഷികളെന്ന നിലയിൽ ഇവർ അധികം സമ്മർദ്ദത്തിന് പോകില്ല എന്ന് തന്നെയാണ് CPM നേതൃത്വത്തിൻ്റെ വിശ്വാസം. ഇത് ഇന്ദിരാഭവൻ, KPCC ആസ്ഥാനം. UDFൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപം കൊള്ളുന്നത് ഇവിടെ മാത്രമല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയടക്കം സ്ഥലങ്ങൾ വേറെയുമുണ്ട്. എങ്കിലും UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ ആസ്ഥാനമെന്ന നിലയിൽ ഇന്ദിരാഭവന് പ്രസക്തിയേറെയുണ്ട്. UDFിനെ സംബന്ധിച്ച് ഇത്തവണ സീറ്റ് വിഭജനം കീറാമുട്ടിയായേക്കും. കൂടുതൽ സീറ്റുകളെന്ന അവകാശവാദവുമായി ഘടകകക്ഷികൾ ഇതിനകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്നാണ് ആഗ്രഹം. നിലവിലുള്ള മലപ്പുറം, പൊന്നാനി സീറ്റുകൾക്ക് പുറമെ കോഴിക്കോടോ വടകരയോ വയനാടോ വേണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ആകട്ടെ നിലവിലുള്ള കോട്ടയം സീറ്റിന് പുറമെ ഇടുക്കി സീറ്റിനു കൂടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇങ്ങനെ UDFിനെ സംബന്ധിച്ച് സങ്കീർണമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം. മാത്രമല്ല കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇടുക്കി സീറ്റ് വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ വേണമെന്നും പുതിയ സീറ്റുകൾ വേണമെന്നുമുള്ള അവകാശവാദവുമായി രംഗത്തെത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ശുഭകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നീക്കം. ശബരിമല വിഷയത്തിലൂന്നി നേട്ടം കൊയ്യാനാണ് BJPയുടെ ശ്രമം. എന്നാൽ BJP സഖ്യത്തിലും കൂടുതൽ സീറ്റിനായുള്ള അവകാശവാദം സഖ്യകക്ഷികൾ ഉയർത്തിക്കഴിഞ്ഞു. 8 സീറ്റ് വേണമെന്നാണ് BDJSൻ്റെ അവകാശവാദം. കോട്ടയത്ത് PC തോമസിനും നോട്ടമുണ്ട്. ഇങ്ങനെ സഖ്യകക്ഷികൾ കൂടുതൽ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം.